കണ്ണൂർ ചക്കരക്കല്ലിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി പരാതി. പണം പിൻവലിക്കാനെത്തിയ നിക്ഷേപകർക്ക് പണം ലഭിക്കാതായതോടെയാണ് സൊസൈറ്റിയിലെ തട്ടിപ്പ് പുറത്തായത്. KPCC അംഗം KC മുഹമ്മദ് ഫൈസലാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനമാണ് ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സ്ഥിര നിക്ഷേപകരായ ചിലർ ഇവിടെ പണം പിൻവലിക്കാനെത്തിയപ്പോൾ മടക്കി അയച്ചതോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സംശയമുയർന്നത്. ക്രമക്കേട് നടന്നുവെന്ന വിവരം പുറത്തായതോടെ നിക്ഷേപകർ കൂട്ടമായി തുക പിൻവലിക്കാനെത്തിയെങ്കിലും ആർക്കും ഒരു രൂപ പോലും നൽകാൻ സൊസൈറ്റിക്ക് സാധിച്ചില്ല. കാലാവധി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ പൈസ തരുന്നില്ല. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇവിടെ കയറി ഇറങ്ങുന്നത്. പിന്നെയാണെന്ന് അറിയുന്നത് ബാങ്ക് ഇങ്ങനെ മൊത്തം ഇതായിട്ടുള്ളത്. ഈ സെക്രട്ടറി, പിന്നെ ഇവിടുത്തെ വാച്ച്മാന്, പ്രസിഡന്റ് ഇവരെല്ലാം വരയിൽ കഴിഞ്ഞ സ്വത്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ബാങ്കിൽ 5 പൈസ ഇല്ല ഇപ്പോൾ ഇവിടെ. ഒരു 10,000 രൂപ വരെ ഇവിടെ ഇല്ല. ജനങ്ങളെല്ലാം വന്നിങ്ങനെ കയറി ഇറങ്ങി ചീത്തയും പറഞ്ഞു പോക്കാണ്. ഗ്രൂപ്പ് ഡെപ്പോസിറ്റ്, RD, ദൈനംദിന നിക്ഷേപം എന്നിങ്ങനെ വിവിധ നിക്ഷേപ പദ്ധതിയിൽ ചേർന്നവർക്കെല്ലാം പണം ലഭിക്കാനുണ്ട്. വിശ്വാസത്തിലാണ് ഞാൻ അധ്വാനിച്ച പൈസ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തു. അതിപ്പോൾ ഇവരിങ്ങനെ എന്താ പറയുക മുക്കുകയാണ്, എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ നിയമപ്രകാരം പോകും, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് സമരത്തിലേക്കാണ്. നമ്മളെല്ലാവരും ഇവിടുത്തെ ഡെപ്പോസിറ്റുകാർ മാത്രമല്ല നാട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് ഒരു സമരമുറയിലേക്ക് നീങ്ങേണ്ട സ്റ്റെപ്പിലാണ് നമ്മൾ ഉള്ളത്. യോഗ്യതയില്ലാത്ത ആളുകളെ സ്ഥാപനത്തിൽ തിരികെ കയറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും കമ്പ്യൂട്ടർ വൽക്കരണം പോലും ഇവിടെ നടപ്പാക്കിയിട്ടില്ലെന്നും നിക്ഷേപകർ പറയുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്ന് പെട്ടിപ്പീടിയൽ വരെ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഇല്ല. എന്തുകൊണ്ട് ആക്കാത്തതെന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം പ്രസിഡന്റിനുണ്ടല്ലോ. അതേസമയം വരുന്ന ഫെബ്രുവരിയോടുകൂടി സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് സൊസൈറ്റി ഭാരവാഹികൾ പറയുന്നത്. ജനം, കണ്ണൂർ. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇങ്ങനെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം ഫെബ്രുവരിയോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണോ ഈ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ? വീണ, ഇത് ആദ്യമായല്ല. കണ്ണൂർ ജില്ലയിൽ നിരവധി സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ നേരത്തെ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നു. ചക്കരക്കല്ലിലെ കോൺഗ്രസിന്റെ നിയന്ത്രണമുള്ള ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. തങ്ങളുടെ നിക്ഷേപം തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്ന നിക്ഷേപകർക്ക് 1 രൂപ പോലും നൽകാൻ ഇതുവരെ ഈ ഒരു സൊസൈറ്റിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ വലിയ തുകകൾ സ്ഥിര നിക്ഷേപമായി ഇട്ട ആളുകളുണ്ട്. അവരും കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് തങ്ങളുടെ പണം തിരിച്ചെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് രേഖകൾ സമർപ്പിച്ച സമയത്ത് പണമില്ല എന്നൊരു മറുപടി നൽകി ഇവരെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു 4 മാസത്തോളമായി നിരന്തരം ഈ സൊസൈറ്റിയെ സംബന്ധിച്ച പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നിക്ഷേപകർ ഇവിടെ വന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി മാത്രമാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഡെയിലി കളക്ഷൻ എന്നുള്ള രീതിയിൽ കച്ചവടം നടത്തുന്ന ആളുകളടക്കം ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ പണം മടക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ജീവിതോപാധി തന്നെ പ്രതിസന്ധിയിലാകുന്നൊരു സാഹചര്യം ായിട്ട് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ നിക്ഷേപകർ പറയുന്നു. മാത്രമല്ല ഈ പരാതികൾ രൂക്ഷമായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സഹകരണ ഓഡിറ്റ് വിഭാഗം ഇവിടെ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഭവം തെളിഞ്ഞത്. അതായത് ഇവിടെ ഇത്രയും വർഷമായിട്ടും ഒരു കമ്പ്യൂട്ടർ വൽക്കരണം പോലും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത്. ഈ കമ്പ്യൂട്ടർ വൽക്കരണം നടത്താത്തതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ രേഖകളാണ് ഉള്ളത് അതൊക്കെ മാനുവലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അതിൽ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകളെ സംബന്ധിച്ച വാർത്ത നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. കാരണം ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള തട്ടിപ്പ് ഈ ഒരു സൊസൈറ്റിയെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. KPCCയുടെ അംഗമായ മുഹമ്മദ് ഫൈസലാണ് ഈ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ്. നമ്മൾ ഇന്നലെ ഈ വാർത്ത എടുക്കാൻ വേണ്ടി പോയ സമയത്ത് സെക്രട്ടറിയോട് ഈ നിലവിലെ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചൊരു വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫെബ്രുവരി 20 ഇവിടെയുള്ള നിക്ഷേപകരുടെ എല്ലാ പരാതികളും ഞങ്ങൾ തീർക്കുമെന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ കരുതൽ ധനം പോലും ഇവർ എടുത്ത് ഈ വായ്പ കൊടുക്കാൻ ഉപയോഗിച്ച് നടക്കാനുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ ഈ സൊസൈറ്റിയെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വീണ.
ഓക്കെ, ശരി മിഥുൻ. ഏതായാലും ഈ ക്രമക്കേടുകൾ അവസാനിക്കുന്നില്ല, ക്രമക്കേട് കഥകൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും.